ഹായ് നമസ്കാരം. ഡയറക്റ്റ് മെമ്മറി ആക്സസ് അഥവാ DMAയെക്കുറിച്ചുള്ള ഈ ഒരു ചെറിയ വിവരണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗെയിമുകൾ പെട്ടെന്ന് ലോഡാവുന്നതിനും വലിയ ഫയലുകൾ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ഞൊടിയിടയിൽ കോപ്പിയാവുന്നതിനും പിന്നിലെ ഒരു പ്രധാനപ്പെട്ട ടെക്നോളജിയാണ് ഈ DMA. അപ്പോൾ എന്താണിത്? ഇതെങ്ങനെയാണ് നമ്മുടെ കമ്പ്യൂട്ടറുകളെ ഇത്ര ഫാസ്റ്റാക്കുന്നത്? നമുക്ക് നോക്കാം. നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ കമ്പ്യൂട്ടറിലെ സൂപ്പർ ഫാസ്റ്റ് പ്രോസസ്സറിന് ഒരു സെക്കൻഡിൽ കോടിക്കണക്കിന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അല്ലേ? എന്നിട്ടും ഒരു വലിയ ഫയൽ കോപ്പി ചെയ്യാനോ ഒരു ഗെയിം ലോഡ് ചെയ്യാനോ വരുമ്പോൾ എന്താണിങ്ങനെ ഇഴയുന്നത്? ഈ വേഗതയിലുള്ള പൊരുത്തക്കേടിന് പിന്നിലെ കാരണം എന്തായിരിക്കും? ഇതിന്റെ ഉത്തരം സിമ്പിളാണ്. ഈ ഡേറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് CPU-നെ സംബന്ധിച്ച് ഭയങ്കര ബോറിംഗ്, സമയം കൊല്ലി പണിയാണ്. ഒരു വലിയ ലൈബ്രറിയിലെ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഓരോന്നായി എടുത്ത് വേറൊരു ഷെൽഫിൽ വെക്കുന്ന ഒരാളെ ഓർത്തുനോക്കൂ. അതുപോലെ ഡേറ്റയുടെ ഓരോ ചെറിയ കഷ്ണവും, അതായത് ഓരോ ബൈറ്റും CPU തന്നെ നേരിട്ടെടുത്ത് മാറ്റാൻ നിന്നാൽ അതിന്റെ വിലയേറിയ സമയം മുഴുവൻ ഈ ഒരു ജോലിക്ക് വേണ്ടി മാത്രം പാഴായിപ്പോകും. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഈ പഴയ രീതിയിൽ ഡേറ്റ കൈമാറുമ്പോൾ CPU-ന് എന്തുകൊണ്ടാണ് ഇത്ര വലിയ തലവേദന വരുന്നതെന്ന് ആദ്യം നോക്കാം. ഈ പഴയ രീതിയെ പറയുന്ന പേരാണ് പ്രോഗ്രാംഡ് IO അല്ലെങ്കിൽ PIO. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഡേറ്റ ട്രാൻസ്ഫറിന്റെ A to Z കാര്യങ്ങളും നോക്കുന്നത് നമ്മുടെ CPU ആണ്. അതായത് ഒരു ഡിവൈസിൽ നിന്ന് മെമ്മറിയിലേക്ക് ഓരോ ഡേറ്റ കഷ്ണവും മാറ്റുന്ന ജോലി CPU നേരിട്ട് ചെയ്യണം. ഈ പ്രോസസ്സ് എത്രമാത്രം മടുപ്പിക്കുന്നതാണെന്നൊന്ന് നോക്കിക്കേ. CPU ആദ്യം ഡിവൈസ് റെഡിയാണോ എന്നിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. റെഡിയായിക്കഴിഞ്ഞാൽ ഒരൊറ്റ ബൈറ്റ് ഡാറ്റ കൈമാറും. പിന്നെയും കാത്തിരിക്കും അടുത്ത ബൈറ്റിനായി. ഇതേ പണി വീണ്ടും ചെയ്യും. ഒരു വലിയ ഫയൽ കോപ്പി ചെയ്യുമ്പോഴോ ഇത് ലക്ഷക്കണക്കിന് തവണ ആവർത്തിക്കണം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ സ്ലൈഡിൽ കാണുന്ന പോലെ ഓരോ ബൈറ്റ് ഡാറ്റയും അയച്ചു കഴിയുമ്പോൾ ഡിവൈസ് നമ്മുടെ CPU-നെ വിളിച്ചിട്ട് പറയും, ഹേയ്, ഞാനൊരു ബൈറ്റ് അയച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ ഫയലിന് ഇത് കുഴപ്പമില്ലായിരിക്കും. ഇനിയൊരു സിനിമ ഫയലാണ് കോപ്പി ചെയ്യുന്നതെങ്കിലോ CPU-ന് കോടിക്കണക്കിന് തവണ ഈ ഹേയ് വിളി കേട്ടിരിക്കേണ്ടി വരും. അതോടെ CPU-വിന്റെ ബാക്കിയുള്ള എല്ലാ പണിയും താളം തെറ്റും. ഈ പറയുന്ന കാര്യം എത്ര ശരിയാണെന്ന് നോക്കൂ. നമ്മുടെ കമ്പ്യൂട്ടറിന്റെ തലച്ചോറായ ഏറ്റവും പവർഫുള്ളായ CPU-നെ കൊണ്ട് വെറുതെ സ്റ്റാറ്റസ് നോക്കാനും ഓരോ കുഞ്ഞു ബൈറ്റ് ഡാറ്റ എടുത്ത് കൊടുക്കാനും വരുത്തുന്ന എന്ത് വേസ്റ്റ് പരിപാടിയാണ്, അല്ലേ? അപ്പോൾ ഇതിനൊരു പരിഹാരം വേണ്ടേ? തീർച്ചയായും ഉണ്ട്. അവിടെയാണ് നമ്മുടെ ഹീറോ വരുന്നത്, ഡയറക്റ്റ് മെമ്മറി ആക്സസ് അഥവാ DMA. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ചോദ്യം ഇതാണ്: ഈ ആവർത്തിച്ചു വരുന്ന ബോറൻ പണി CPU-വിൽ നിന്ന് മാറ്റി വേറെ ആരെങ്കിലും ഏൽപ്പിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ CPU-ന് അതിന്റെ വിലപ്പെട്ട സമയം മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഉപയോഗിക്കാലോ. തീർച്ചയായും പറ്റും. അതിനാണ് DMA കൺട്രോളർ. ഇതിനെ നമുക്ക് ഡേറ്റ ട്രാൻസ്ഫറിന് വേണ്ടി മാത്രമുള്ളൊരു സ്പെഷ്യൽ അസിസ്റ്റൻ്റായിട്ട് കാണാം. CPU-വിനോട് ചോദിക്കുക പോലും ചെയ്യാതെ ഡിവൈസുകളും മെമ്മറിയും തമ്മിൽ നേരിട്ട് ഡേറ്റ കൈമാറാൻ ഈ അസിസ്റ്റന്റിന് കഴിയും. ഈ വ്യത്യാസമൊന്ന് നോക്കിക്കേ. PIO-യിലാണെങ്കിൽ CPU ആണ് ഹെഡ്മാസ്റ്റർ. എല്ലാ പണിയും CPU ചെയ്യണം. ഓരോ ബൈറ്റിനും ഇൻട്രപ്റ്റ് വരും. നേരെ മറിച്ച് DMA-യിലോ DMA കൺട്രോളർ ജോലിയേറ്റെടുക്കുന്നു, CPU ഫ്രീ ആകുന്നു. പിന്നെ ഏറ്റവും വലിയ മാറ്റം, ആയിരക്കണക്കിന് ബൈറ്റുകൾ അടങ്ങുന്ന ഒരു ഡേറ്റാ ബ്ലോക്ക് മുഴുവൻ അയച്ചു കഴിഞ്ഞിട്ട് ആകെ ഒരൊറ്റ ഇൻട്രപ്റ്റ്. ആ വ്യത്യാസം ഓർക്കണം. അപ്പോൾ ഈ DMA എന്ന മാജിക് ശരിക്കും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്ന് നോക്കാം. തുടക്കത്തിൽ CPU ഒരു മാനേജറുടെ റോൾ എടുക്കും. ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കും. അതായത് ഡേറ്റ എവിടെ നിന്നെടുക്കണം, എവിടേക്ക് മാറ്റണം, മൊത്തം എത്ര ഡേറ്റയുണ്ട് എന്നൊക്കെയുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ. ഈ ലിസ്റ്റിനെയാണ് നമ്മൾ DMA കമാൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഈ ടു ഡു ലിസ്റ്റ് അങ്ങ് DMA കൺട്രോളറിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ CPU-ന്റെ പണി കഴിഞ്ഞു. CPU പിന്നെ ഫ്രീ ആണ്. അതിനെ വേറെ എന്തെങ്കിലും പ്രോഗ്രാം ഓപ്പൺ ചെയ്യുകയോ കണക്കുകൂട്ടലുകൾ നടത്തുകയോ എന്തു വേണമെങ്കിലും ചെയ്യാം. ഈ സ്ലൈഡിൽ അത് ക്ലിയറായി കാണാം. നിർദ്ദേശങ്ങൾ കിട്ടിയ ഉടനെ DMA കൺട്രോളർ പണി തുടങ്ങും. ഡാറ്റ സഞ്ചരിക്കുന്ന ഒരു ഹൈവേ ആണ് മെമ്മറി ബസ്. ആ ഹൈവേ ഉപയോഗിച്ച് CPU-വിനെ ഒട്ടും ശല്യം ചെയ്യാതെ ഡാറ്റ മുഴുവനും അത് കൈമാറും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഡേറ്റ മുഴുവനും കൈമാറിക്കഴിഞ്ഞ ശേഷം DMA കൺട്രോളർ CPU-നോട് പറയും, ഹേയ്, പണി കഴിഞ്ഞു, ഒരൊറ്റ തവണ മാത്രം. കോടിക്കണക്കിന് ഇൻട്രപ്റ്റുകൾക്ക് പകരം വരും ഒന്ന്. CPU-ന്റെ എത്ര വലിയൊരു ഭാരമാണ് അതോടെ കുറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടുള്ള യഥാർത്ഥ ഗുണങ്ങൾ എന്തൊക്കെയാണ്? കമ്പ്യൂട്ടറിന്റെ പെർഫോമൻസിനെ ഇതെങ്ങനെയാണ് മെച്ചപ്പെടുത്തുന്നത്? ഇവിടെ ചെറിയൊരു കാര്യമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ മെമ്മറി ബസ് എന്ന ഹൈവേയിൽ ഒരേ സമയം ഒരാൾക്കേ പോകാൻ പറ്റൂ. അപ്പോൾ DMA കൺട്രോളർ ഈ ഹൈവേ ഉപയോഗിക്കുമ്പോൾ CPU-ന് കുറച്ചു നേരത്തേക്ക് മെമ്മറിയിലേക്ക് പോകാൻ പറ്റില്ല. ഇതിനെയാണ് സൈക്കിൾ സ്റ്റീലിംഗ് എന്ന് പറയുന്നത്. ഇത് CPU-നെ ചെറുതായിട്ടൊന്ന് സ്ലോ ആക്കുമെങ്കിലും PIO വെച്ച് നോക്കുമ്പോൾ മൊത്തത്തിലുള്ള ലാഭം ഭയങ്കര വലുതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ
DMAയുടെ ഗുണങ്ങൾ എന്തൊക്കെയാ? CPU-നെ അനാവശ്യമായിട്ട് തടസ്സപ്പെടുത്തുന്നത് കുറയ്ക്കുന്നു. ഒരു പണി നിർത്തി മറ്റൊന്ന് തുടങ്ങേണ്ട അവസ്ഥ, അതായത് കോണ്ടെക്സ്റ്റ് സ്വിച്ചുകൾ, അതൊരുപാട് കുറയും. CPU-ന് മറ്റ് ജോലികൾ ഒരേ സമയം ചെയ്യാൻ പറ്റുന്നു. വലിയ ഫയലുകൾ കോപ്പി ചെയ്യുമ്പോഴും ഗെയിമുകൾ ലോഡ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ സിസ്റ്റം നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും. ഈ പറയുന്ന കാര്യം തന്നെയാണ് ഇതിന്റെ എല്ലാം രത്ന ചുരുക്കം. ഡേറ്റ ട്രാൻസ്ഫർ എന്ന തലവേദന CPU-വിൽ നിന്ന് മാറ്റി അതിന്റെ സ്പെഷ്യലിസ്റ്റായ DMA കൺട്രോളറെ ഏൽപ്പിക്കുന്നത് സിസ്റ്റത്തിന്റെ പെർഫോമൻസ് കൂട്ടാനുള്ള ഏറ്റവും നല്ല വഴികളിൽ ഒന്നാണ്. അപ്പോ CPU ഇപ്പോൾ ഫ്രീ ആയി. DMA പോലെ നമ്മുടെ കമ്പ്യൂട്ടറുകളെ ഇത്ര വേഗതയുള്ളതാക്കാൻ സഹായിക്കുന്ന വേറെന്തൊക്കെ സൂത്രപ്പണികളുണ്ടാകും? കാഷിംഗ്, പൈപ്പ്ലൈനിംഗ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപക്ഷേ അതൊക്കെ നമുക്ക് മറ്റൊരവസരത്തിൽ സംസാരിക്കാം. എന്തായാലും ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കിവെച്ച് ഈ വിശകലനം ഇവിടെ നിർത്തുന്നു.